ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രാൻസ്ഫോം ഇന്റർനാഷണൽ സീപോർട്ട് വിഴിഞ്ഞം ടെർമിനൽ. നമ്മുടെ പോർട്ടിന്റെ കോഡ് മാറിയതുപോലെ പോർട്ടിന്റെ പേര് മാറും എന്ന പ്രതീക്ഷയിൽ നിലവിലെ പേരായ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രാൻസ്ഫോമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുമാത്രമല്ല, സെക്കൻഡ് ഘട്ട വർക്കിന് ആവശ്യമായിട്ടുള്ള പാരിസ്ഥിതിക അനുമതി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പോർട്ടിലെ ഏറ്റവും വലിയ വർക്കുകളിലൊന്നായ ബ്രേക്ക് വാട്ടർ ബെർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്ക് എക്സ്റ്റൻഷനാണ് സെക്കൻഡ് ഘട്ടത്തിൽ നടക്കുന്നത്. നിലവിലെ വർക്കിന്റെ സ്റ്റാറ്റസും സെക്കൻഡ് ഘട്ടത്തിൽ എത്ര മീറ്ററാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് ബെർത്ത് പോർഷൻ കാണുന്നതോടൊപ്പം ബെർത്ത് പോർഷനിൽ 2 ടെർമിനലാണ് നമുക്ക് ഉള്ളത്. ടെർമിനൽ 1 ആൻഡ് ടെർമിനൽ 2. ടെർമിനൽ 2ൽ MSC പട്നാരെ 3 എന്ന് പറയുന്ന ഫീഡർ വെസൽ നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 207 മീറ്റർ നീളവും 32.24 മീറ്റർ ബീമുള്ള ഷിപ്പിന് 2677 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ സൂമിങ് നിൽക്കുന്നത് ഒരു വ്യത്യസ്ത ഇനം ടാങ്കർ കണ്ടെയ്നറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലിക്വിഡ് ഫോമിലുള്ള കണ്ടെയ്നറാണുള്ളത്. പല ഷേപ്പിലാണ് കണ്ടെയ്നർ വരുന്നത്. അതായത് നമ്മുടെ ഈ പറയുന്ന കാർഗോസ് ഏത് വിധത്തിലാണ് നമ്മുടെ കപ്പലിലൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിലാണ് കണ്ടെയ്നർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിലവിൽ ഏറ്റവും കൂടുതലുള്ള 40 ഫീറ്റും 20 ഫീറ്റും കണ്ടെയ്നർ ഉണ്ടെങ്കിലും ലിക്വിഡ് ഫോമിലുള്ളതും പല വിധത്തിലുള്ള കണ്ടെയ്നർ ഷേപ്പിലും ഇതുപോലുള്ള കണ്ടെയ്നർ, വ്യത്യസ്ത കണ്ടെയ്നർ നമുക്ക് കാണാനായി സാധിക്കും. ഇപ്പോൾ MSC പട്നാരെ 3 നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ചെറിയൊരു മഴയുണ്ട്. ഇനി ടെർമിനൽ 1ൽ MSCയുടെ ജോർജ് സർവീസിലെ MSC മുർജാം എന്ന് പറയുന്ന വലിയൊരു അൾട്രാ ലാർജ് വെസലുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. നമ്മുടെ അപ്ഡേഷൻ 4-5 സ്ഥലത്ത് നിന്നാണ് അപ്ഡേഷൻ പോകുന്നത്. അത് ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ഈ ഫേസിൽ നിന്നാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് STS ക്രെയിനുകൾ ഉപയോഗിച്ച് കണ്ടെയ്നർ മൂവ്മെന്റ് നടത്തുന്നതാണ്. അതായത് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഈ വ്യൂ നിന്നും കാണാനായി സാധിക്കുന്നത്. സെക്കൻഡ് ഫേസിന് ആവശ്യമായിട്ടുള്ള പാരിസ്ഥിതിക അനുമതിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഉടൻ തന്നെ സെക്കൻഡ് ഫേസിന്റെ വർക്കുകളും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഫേസിൽ നമ്മൾ ഈ കാണുന്ന STS ക്രെയിനുകൾ 8 STS ക്രെയിനുകളാണ് നമ്മുടെ പോർട്ടിലുള്ളത്. 24 യാർഡ് ക്രെയിനുകളുമുണ്ട്. ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ ഈ പറഞ്ഞ ട്രെയിലർ ട്രക്കുകളിലായിട്ട് കണ്ടെയ്നർ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായ ദൃശ്യം തന്നെയാണ്. ഞാൻ പലപ്പോഴായിട്ട് വളരെ ദൂരെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം കണ്ടെയ്നറുകൾ വളരെ ഫാസ്റ്റായിട്ട് നമ്മളെ യാർഡിൽ പോകുന്നതും നമ്മുടെ ഈ കാണുന്ന STS ക്രെയിനുകൾ സെമി ഓട്ടോമാറ്റിക് ക്രെയിനുകളുമായതിനാൽ വലിയ നേട്ടങ്ങളാണ് നമ്മുടെ പോർട്ടിന് കൈവരിക്കാനായി സാധിച്ചത്. ഫെബ്രുവരിയിലെ കണക്ക് വെച്ചിട്ട് നമ്മുടെ ഈ പറയുന്ന ഇന്ത്യയിലെ തെക്ക് കിഴക്കൻ പോർട്ടിലെ ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്ത പോർട്ട് നമ്മുടെ പോർട്ടാണ്. അത് മാത്രമല്ല 4 ലക്ഷം TEUക്ക് മുകളിൽ നിലവിൽ തന്നെ കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്തും കഴിഞ്ഞു. ഇത് നമ്മുടെ ക്രെയിനുകളുടെയും വളരെ ഫാസ്റ്റായിട്ടുള്ള മൂവ്മെന്റ് നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു നേട്ടം തീർച്ചയായിട്ടും നമുക്ക് കൈവരിക്കാനായി സാധിക്കുന്നത്. അതുമാത്രമല്ല, ജേഡ് സർവീസ് പോലുള്ള ധാരാളം കപ്പലുകൾ, അൾട്രാ ലാർജ് വെസലുകളാണ് നമ്മുടെ പോർട്ടിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ജേഡ് സർവീസിലെ 2ാമത്തെ കപ്പലായ MSC മുർജം, ആദ്യ കപ്പൽ MSC മിയ, 2ാമത്തെ കപ്പൽ നമ്മുടെ പോർട്ടിൽ വന്ന് ഏകദേശം 14.7 മീറ്റർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ MSC മിയ നമ്മുടെ പോർട്ടിൽ വന്നത് 16 മീറ്റർ ഡ്രാഫ്റ്റാണ്. അപ്പോൾ അത്രത്തോളം ഡ്രാഫ്റ്റിൽ വരുന്ന, അത്രത്തോളം കണ്ടെയ്നറുമായി വരുന്ന നമ്മുടെ കപ്പലുകൾക്ക് വളരെ ഫാസ്റ്റായിട്ട് കണ്ടെയ്നർ ഡിസ്ചാർജ് ചെയ്യുന്നത് നമ്മളെ ഈ കാണുന്ന STS ക്രെയിനുകൾ ഉപയോഗിച്ചാണ്. വളരെ ഫാസ്റ്റായിട്ടാണ് മൂവ്മെന്റ് നടക്കുന്നത്. അതിനാൽ വലിയ വലിയ നേട്ടങ്ങൾ ഇനിയും നമുക്ക് കൈവരിക്കാനായി സാധിക്കും. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന STS ക്രെയിനിന്റെ സ്പ്രെഡറാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഓരോ കണ്ടെയ്നർ പിക്ക് ചെയ്യുന്നതും നമുക്ക്, അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന MSC പട്നാരെ 3 നിന്നും കണ്ടെയ്നർ പിക്ക് ചെയ്ത് യാർഡിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യാർഡ് എക്സ്റ്റൻഷൻ, നമ്മൾ ഈ കാണുന്ന 800 മീറ്റർ നീളമുള്ള ബെർത്തിൽ 2 ടെർമിനലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ടെർമിനലും നിലവിൽ 2 ഷിപ്പുണ്ട്. 800 മീറ്റർ പൂർണ്ണമായിട്ടും നമുക്ക് ഉപയോഗിക്കാനായി കഴിഞ്ഞിട്ടുണ്ട്. 800 മീറ്ററിന് പാരലായിട്ട് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന ഈ പറയുന്ന യാർഡ് പോർഷൻ വരുന്നത്. നമുക്ക് കാണാൻ സാധിക്കും യാർഡ് പോർഷൻ ഫുൾ ആയിരിക്കുന്നു, കണ്ടെയ്നർ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ ഹൈറ്റിലാണ് ഈ കണ്ടെയ്നർ നിരന്നിട്ടുള്ളത്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതാ യാർഡ് പോർഷൻ ഈ ഇടയ്ക്കാണ് നമുക്ക് എക്സ്റ്റൻഷൻ കംപ്ലീറ്റ് ആയി. ഈ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു 6 മാസമായിട്ടുണ്ട്. അപ്പോൾ ആ കംപ്ലീറ്റ് ചെയ്ത വീഡിയോ കൂടി ഞാൻ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന എക്സ്കവേറ്റർ ഉപയോഗിച്ച്
കടലിൽ നിന്നും ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത മണൽ മാറ്റുന്നത് കാണാൻ സാധിക്കും. ഈ മണൽ കൊണ്ടുപോകുന്നത് എവിടെയാണെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് മുതൽ NH66 വരെ നീളുന്ന 1700 മീറ്റർ ലെന്തുള്ള ഒരു ലിങ്ക് റോഡിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ആ വർക്കിന് ആവശ്യമായിട്ടുള്ള ഡ്രഡ്ജ് ചെയ്ത മണലാണ് നമ്മൾ ഈ കാണുന്ന ലോറികളിലെ ടിപ്പർ ലോറികളിലേക്ക് ആ സൈഡിലേക്ക് എത്തുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോ അപ്ഡേഷൻ ചെയ്യാറുണ്ട്. നമ്മൾ ഈ പറയുന്ന എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള ഡ്രഡ്ജ് ചെയ്ത മണലാണ് ഇവിടെ ധാരാളമായി കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ. ഈ മണലുകളെല്ലാം തന്നെ വളരെ ഫാസ്റ്റായിട്ടാണ് ലോറികളിലാക്കി നമ്മുടെ വർക്ക് സൈറ്റിലേക്ക് പോകുന്നത്. ആ വർക്കും വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. ഇനി ഡ്രഡ്ജിങ്ങിന്റെ ഓസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ തന്നെ പറയുണ്ടായി, പലപ്പോഴായിട്ട് ഡ്രഡ്ജിങ്ങിന്റെ ഓസ് മടക്കി തന്നെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇനി സെക്കൻഡ് ഫേസിന്റെ വർക്കുകൾ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഡ്രഡ്ജ് ചെയ്യേണ്ടി വരും. കാരണം നിലയ്ക്ക് എനിക്ക് തോന്നുന്നു യാർഡ് എക്സ്റ്റൻഷൻ വരുന്നത് നമ്മുടെ ഈ പറയുന്ന കടൽ നികത്തിയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. പൂർണ്ണമായിട്ടുള്ള വിവരണം കിട്ടിയ ഉടനെ തീർച്ചയായിട്ടും നമുക്ക് മാപ്പ് വെച്ച് തന്നെ നല്ലൊരു എക്സ്പ്ലനേഷൻ നടത്താം. എങ്ങനെയാണ്, എത്ര മീറ്ററാണ്, ഇപ്പോൾ നമുക്ക് എത്ര മീറ്ററാണ് ബെർത്തും യാർഡും ഈ പറയുന്ന ബ്രേക്ക് വാട്ടർ എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമുക്ക് ബെർത്തിന്റെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് പോകാം. ബെർത്തിന്റെ സൈഡിലേക്ക് ഇതാ നമുക്ക് വളരെ ദൂരം നിന്നാണ് നമുക്ക് ഈ പോർഷൻ കാണുന്നുണ്ടോ. ഇപ്പോൾ ബെർത്തിന്റെ ആ എൻഡ് പോർഷനിൽ 800 മീറ്റർ നീളമുള്ള എൻഡ് പോർഷനിൽ 2 ടഗ് ബോട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ 800 മീറ്ററാണ് ബെർത്തിന്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി 1200 മീറ്റർ കൂടി കൂട്ടി ടോട്ടൽ 2000 മീറ്ററാണ് ബെർത്തിന്റെ പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2028 നമ്മൾ ഈ കാണുന്ന ബെർത്തിന്റെ ടോട്ടൽ ലെന്ത് എന്ന് പറയുന്നത് 2000 മീറ്റർ ആയിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കാണുന്ന ഫീഡർ ബസ്സുകൾക്കും ലാർജ് ബസ്സുകൾക്കും അൾട്രാ ലാർജ് ബസ്സുകൾക്കും ഒരേ സമയം ബെർത്ത് ചെയ്ത് മൂറിങ്ങിൽ കഴിഞ്ഞതിന് ശേഷം കണ്ടെയ്നർ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് വളരെ അനായാസേന സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെ ഫാസ്റ്റായിട്ട് തന്നെയായിരിക്കും സെക്കൻഡ് ഫേസിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും ഇങ്ങനെ 2 ഫേസുകളാണ് നമ്മുടെ പോർട്ടിന്റെ വർക്കുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ ഈ കാണുന്ന മണ്ണിടിച്ച് കിടക്കുന്ന ഈ സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ലിങ്ക് റോഡിന് ആവശ്യമായിട്ടുള്ള ചെമ്മണ്ണ് കൊണ്ടുവരുന്നത് ഈ ഭാഗത്താണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമുക്ക് പോർട്ടിന്റെ അധീനതയിലുള്ള സ്ഥലമാണ് ഇതെല്ലാം. കണ്ടോ, ഈ കാണുന്ന പോർഷനെല്ലാം പോർട്ടിന്റെ അണ്ടറിലുള്ളതാണ്. ഇവിടെ നിന്നാണ് ധാരാളമായി ചെമ്മണ്ണ് നമ്മുടെ ലിങ്ക് റോഡിന് ആവശ്യമായിട്ട് നമ്മുടെ ലോറിയിൽ കൊണ്ടുവരുന്നത്. നമ്മൾ നേരത്തെ തന്നെ പറയേണ്ടതാണ്, റോഡിന്റെ ഏറ്റവും ടോപ്പ് പോർഷനിൽ 30% നമ്മൾ ഈ കാണുന്ന ചെമ്മണ്ണും ബാക്കി ഡ്രഡ്ജ് ചെയ്ത മണലും കൂടി ചേർത്തിട്ടാണ്, അതായത് 70% ഡ്രഡ്ജ് ചെയ്ത മണലും 30% ചെമ്മണ്ണും കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ റോഡിന്റെ വർക്കുകൾ ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും ഇട്ട് പുരോഗമിച്ചു പോകുന്നത്. ഇനി നമുക്ക് അടുത്തറിയേണ്ടത് നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കുകളിലൊന്നായ ബ്രേക്ക് വാട്ടറിന്റെ വർക്കാണ്. നമുക്ക് വളരെ ദൂരെ നിന്ന് ബ്രേക്ക് വാട്ടറിന്റെ വർക്ക് കാണാൻ സാധിക്കും. നമുക്കൊന്ന് സൂം ചെയ്ത് അടുത്തോട്ട് പോകാം. അപ്പോഴേ നമുക്ക് കുറച്ച് വ്യക്തമായിട്ട് ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ആക്രോപോഡ് നമുക്ക് വളരെ ദൂരെ നിന്ന് കാണാൻ സാധിക്കും. കുറച്ചുകൂടി സൂമിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഇതാ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും എൻഡ് പോർഷനിൽ, അതായത് 2960 മീറ്റർ എൻഡ് പോർഷൻ ആക്രോപോഡ് ഫില്ല് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഹെവി സ്റ്റോണും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്നാണ് നിലവിൽ 1040 മീറ്റർ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 4000 മീറ്ററിലേക്ക് നമ്മുടെ ബ്രേക്ക് വാട്ടറിന്റെ ലെന്ത് മാറ്റുന്നത്. ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന ഭാഗത്തെല്ലാം ഹെവി സ്റ്റോണുകളാണ് പോർട്ടിന്റെ സൈഡിലേക്ക് ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇനി കടലിന് അഭിമുഖമായിട്ടിരിക്കുന്ന സ്ഥലത്താണെങ്കിൽ ആക്രോപോഡും ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 പോർഷനായിട്ട് നിലവിലുള്ളത്. ഇനി നമ്മൾ ഈ പോർഷനിലൊന്നും നമ്മുടെ ഈ പറയുന്ന കോൺക്രീറ്റ് സ്ലാബുകളൊന്നും വന്നിട്ടില്ല. കാരണം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, കോൺക്രീറ്റ് സ്ലാബുകൾ വന്ന പോർഷൻ നമുക്ക് കുറച്ചുകൂടി തൊട്ടപ്പുറത്ത് പോകുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാ നമുക്ക് വളരെ സാവധാനത്തിൽ പോകുമ്പോൾ ഈ പോർഷനിൽ എത്രത്തോളമാണ് നമ്മുടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇനിയും നമുക്ക് കുറച്ചുകൂടി, അതായത് എനിക്ക് തോന്നുന്നത് ഒരു 100-160ഓളം മീറ്ററാണ് നമ്മുടെ ഈ പറയുന്ന കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ പറയുന്ന കോൺക്രീറ്റ് പോർഷൻ ഉണ്ടോ. ഇവിടെ നിന്നാണ് കോൺക്രീറ്റ് പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഈ കോൺക്രീറ്റ് പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പറയുമ്പോൾ ഉള്ളിലൂടെയുള്ള 10 മീറ്റർ വീതിയുള്ള റോഡിന്റെ വർക്കുകളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഉണ്ടോ, ഈ ഒരു ലെന്ത് ഉണ്ട്. ഇത് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 160 മീറ്ററോളം വരും. ഇത്രയും പോർഷനാണ് 160 മീറ്ററോളം വരുന്നത്. അപ്പോൾ 2960 മീറ്ററാണ് ടോട്ടൽ ലെന്ത്. അതായത് ഈ പോർഷൻ കൂടി ഉൾപ്പെടെ കോൺക്രീറ്റ് സ്ലാബുകൾ ഇല്ലാത്ത പോർഷൻ കൂടി ചേർത്തിട്ട് 2960 മീറ്ററാണ് ഇപ്പോൾ ബ്രേക്ക് വാട്ടറിന്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെവി സ്ലാബുകൾ നമ്മൾ ഫില്ല് ചെയ്യുന്നത് കണ്ടുണ്ട്. ആക്രോപോഡുകളും ഫില്ല് ചെയ്യുന്ന വീഡിയോ നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് തോന്നുന്നു, ഇപ്പോൾ നമുക്കൊരു കാർ ആ പറയുന്ന 10 മീറ്റർ വീതിയുള്ള
നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകളെല്ലാം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മദ്രാസ് IIT യുടെ കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് തീർച്ചയായിട്ടും ലഭിച്ചും കഴിഞ്ഞു. എന്നാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ബ്രേക്ക് വാട്ടറിൽ ഒന്നുകൂടി നമ്മൾ നോക്കുവാണ്. നമ്മൾ എത്ര പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു എങ്കിലും നമ്മൾ ഫൈനലായിട്ട് സെക്കൻഡ് ഫേസ് വർക്ക് തുടങ്ങുന്നതിന് മുന്നേ ആയി ഒന്നുകൂടി കുറച്ച് സ്പീഡിലാണ് ഞാൻ പോകുന്നത്. ഒന്നുകൂടി നമുക്ക് നോക്കാം ബ്രേക്ക് വാട്ടറിൽ ഇനി എന്തെങ്കിലും വർക്ക് അവിടെ നടക്കുന്നുണ്ടോ. പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പലപ്പോഴായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്ക് നോക്കാം. ഈ ഭാഗത്താണ് ഇനി നമ്മൾ ഈ കാണുന്ന ലിക്വിഡ് ബെർത്തും മൾട്ടി പർപ്പസ് ബെർത്തല്ല നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ നമ്മൾ നമ്മുടെ ആ പ്ലാൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലനേഷൻ വേറൊരു വീഡിയോ നമുക്ക് തീർച്ചയായിട്ടും നോക്കാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫേസിൽ കംപ്ലീറ്റ് ചെയ്ത വർക്കിൻ്റെ ഡീറ്റെയിൽ ആണ് നോക്കുന്നത്. സെക്കൻഡ് ഫേസിന് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ സ്റ്റോൺ ഉൾപ്പെടെ എന്തൊക്കെ വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ അപ്ഡേഷനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഞാൻ നിൽക്കുന്ന ഈ പോർഷൻ കഴിഞ്ഞതിന് ശേഷം 4-5 പോർഷനിൽ നിന്നും പോർട്ടിൻ്റെ ഫുള്ള് അപ്ഡേഷൻ വീഡിയോ ആണ് നമ്മൾ പലപ്പോഴായിട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിലും അങ്ങനെ തന്നെയാണ്. ഈ ഭാഗത്തെല്ലാം പൂർണ്ണമായിട്ടും നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് പോകുന്നത്. ഈ ബ്രേക്ക് വാട്ടറിന് ഏകദേശം 2960 മീറ്റർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം 57-58 ലക്ഷം ടണ്ണ് നാച്ചുറൽ സ്റ്റോണാണ് വേണ്ടി വന്നത്. നമ്മളെപ്പോഴും വളരെ എല്ലാവരും ഉച്ചത്തിൽ വിളിച്ച് പറയുന്ന പോലെ ആഴക്കടൽ പോർട്ടാണെന്ന് പറയുന്ന പോലെ ഏകദേശം 20 മീറ്ററോളമാണ് ഇവിടുത്തെ ഡീപ്പ് വരുന്നത്. അപ്പോൾ അത്രത്തോളം നാച്ചുറൽ സ്റ്റോൺ നമുക്ക് വേണ്ടി വരും. അതായത് നമ്മളെ ബ്രേക്ക് വാട്ടറിനാണ് നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കുകളൊന്ന് എന്ന് എടുത്തു പറയേണ്ടി വരുന്നതിന് കാരണം ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ ലോകത്തിലെ എണ്ണപ്പെട്ട ഡീപ്പ് വാട്ടർ പോർട്ടിൻ്റെ ലിസ്റ്റിൽ തീർച്ചയായിട്ടും നമ്മുടെ പോർട്ടും വരും. അത്രത്തോളം ആഴമുള്ള പോർട്ടാണ്. അതിനാൽ ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചർ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ധാരാളം നാച്ചുറൽ സ്റ്റോൺ ഇനി നമുക്ക് ഏകദേശം 1040 മീറ്റർ കൂടിയാണ് എക്സ്റ്റെൻഡ് ചെയ്യാനായി ആവശ്യമായിട്ടുള്ള സ്റ്റോൺ. ഏകദേശം 50 ലക്ഷത്തോളം ടണ്ണ് തീർച്ചയായിട്ടും വേണ്ടി വരും. കാരണം ഇന്നുള്ളിലേക്ക് പോകുന്നതോറും ആഴം കൂടി തന്നെ വരുമായിരിക്കും. അപ്പോൾ കൂടുതൽ നാച്ചുറൽ സ്റ്റോണിൻ്റെ ആവശ്യം വരും. ഈ ഭാഗത്തെല്ലാം പൂർണ്ണമായിട്ടും വർക്കുകൾ കംപ്ലീറ്റ് ചെയ്താണ് കാണാൻ സാധിക്കുന്നത്. നമുക്കിവിടെ ഒരു ടവറും കാണാൻ സാധിക്കും. ടവറിൻ്റെ ഇവിടെ ധാരാളം വർക്കിംഗ് സ്റ്റാഫുകളൊക്കെ ഉണ്ട്. കാരണം ഈ വർക്കുകൾ നേരത്തെ കഴിഞ്ഞതാണ്. ചിലപ്പോൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സോ എന്തെങ്കിലും നടക്കുകയായിരിക്കും, അറിയില്ല. കാരണം വളരെ ദൂരെ നിന്നാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഈ വർക്കൊക്കെ പൂർണ്ണമായിട്ടും നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ടവറുകളാണ് നിലവിൽ ഈ ഭാഗത്തെല്ലാം ഉള്ളത്. ഇനിയും ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിൽ ബ്രേക്ക് വാട്ടർ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ടവറുകളെല്ലാം വരും. ക്യാമറ ആയിരിക്കും, ചിലപ്പോൾ സിഗ്നലിലായിരിക്കും, പല രീതിയിലുള്ള ടവറുകളായിരിക്കും നിലവിൽ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിൽ ഉള്ളത് എന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. ഇനിയും നമുക്ക് നോക്കാം. ഈ ഭാഗത്തെല്ലാം പൂർണ്ണമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയെല്ലാം അതായത് നമ്മുടെ ഈ പോർട്ടിൻ്റെ സൈഡിൽ പോർട്ടിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഹെവി സ്റ്റോണും കടലിന് അഭിമുഖമായിട്ട് ഈ പറയുന്ന ആക്രോപോഡും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. പ്രൊട്ടക്ഷൻ വളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്, അതാണ് ഞാൻ പറയാത്തത്. അതിൻ്റെ മുകളിൽ തീർച്ചയായിട്ടും ആക്രോപോഡുകളും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്പ്ലിറ്റ് ബാർജുകളാണ് കാണുന്നത്. സ്പ്ലിറ്റ് ബാർജുകളെ പെയിൻ്റൊക്കെ അടിച്ച് വളരെ മനോഹരമായിരിക്കുന്നു. കാരണം വർക്ക് ഉടനെ തുടങ്ങേണ്ടതാണ്. സ്പ്ലിറ്റ് ബാർജുകളും ഇഞ്ചിൻലെസ് ബാർജുകളും ധാരാളമായി ഈ സ്ഥലത്തുണ്ട്. കാരണം ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഉടൻ തന്നെ സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹെവി സ്റ്റോണുകളുമായിട്ട് പോകുന്നത് ഈ സ്പ്ലിറ്റ് ബാർജുകളും ഇഞ്ചിൻലെസ് ബാർജുകളും നമ്മളെ കാണുന്ന ലോറികളുമായിട്ടാണ് ബ്രേക്ക് വാട്ടറിൻ്റെ ഭാഗത്തേക്ക് വളരെ ഫാസ്റ്റായിട്ട് നീങ്ങുന്നതിനായി പോകുന്നത്. ഇപ്പോൾ നമുക്ക് ബ്രേക്ക് വാട്ടർ 2960 മീറ്റർ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ കാണുന്ന ബെർത്തിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത്. കാരണം ഈ ഭാഗത്തുനിന്ന് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത്രയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് പോർട്ടിൻ്റെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ വർക്കുകൾ നടക്കുന്നതെന്നും സെക്കൻഡ് ഫേസിന് ആവശ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കേണ്ടത്. അതോടൊപ്പം തന്നെ വളരെ ദൂരെയായിട്ട് നമുക്ക് ഈ കപ്പൽ, അതായത് നമ്മുടെ ഈ പോർട്ടിൽ വരുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാ നമ്മളെ തൊട്ടടുത്ത് തന്നെ ഒരു കപ്പലുണ്ട്. ചെറിയൊരു ഫീഡർ വെസലാണ്. നമുക്കൊന്ന് സൂം ചെയ്യാം ഏതാ ഫീഡർ വെസൽ നമുക്ക് നോക്കാം. കാരണം ഇങ്ങനെ 2-3 ഫീഡർ വെസൽ അടുത്തടുത്തായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. കാരണം ധാരാളം ഫീഡർ വെസലാണ് പല ഭാഗത്തായിട്ട് ആങ്കറിങ്ങിലുള്ളത്. കാരണം ഈ കപ്പൽ പോയതിനു ശേഷം MSC പട്നാരെ പോയതിനു ശേഷം പോർട്ടിനകത്ത് പ്രവേശിക്കുന്നതിനാണ്. നമ്മൾ നല്ലൊരു സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നോക്കാം. ഇത് എക്സ്പ്രസ് കാവേരിയാണ്. വളരെ ദൂരെയായിട്ട് ആങ്കറേജും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. എക്സ്പ്രസ് കാവേരിയാണുള്ളത്. ഇതുപോലുള്ള ധാരാളം ഷിപ്പുകൾ നമുക്ക് പോർട്ടലിൻ്റെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നിടത്താണ് സൂമിംഗ് ഉള്ളത്. ഇനി നമ്മൾ ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് കാണാൻ പറ്റാത്ത വളരെ ദൂരെയായിട്ടുള്ള ധാരാളം ഷിപ്പുകളും ഇതേപോലെ ആങ്കറിങ്ങിൽ തന്നെയുണ്ട്. 5ഓളം ഷിപ്പുകൾ നിലവിൽ ഇപ്പോൾ ആങ്കറിങ്ങിലുണ്ട്. നമ്മുടെ പോർട്ട് വളരെ തിരക്കിൽ തന്നെയാണ്. വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ഇനി വർക്കുകളെല്ലാം ആരംഭിക്കേണ്ടതും. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള ഷിപ്പുകളുടെ ഒരേ സമയത്ത് നമുക്ക് ബെർത്ത് ചെയ്ത് മൂറിങ്ങിൽ കഴിഞ്ഞതിന് ശേഷം കണ്ടെയ്നർ ലോഡിങ് ചെയ്യാൻ സാധിക്കുള്ളൂ. വളരെ ദൂരെയായിട്ട് വേറൊരു ഷിപ്പ് നമുക്കിവിടെ
വളരെ വ്യക്തമല്ല, വളരെ ചെറുതായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഇതുപോലുള്ള ധാരാളം ഷിപ്പുകളാണ് നമ്മുടെ പോർട്ടിൻ്റെ സൈഡിൽ ആങ്കറിങ്ങിലുള്ളത് എന്ന് നമുക്ക് ഈ പോർട്ടിൻ്റെ സൈഡിൽ വരുമ്പോൾ കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയറിലൂടെ ധാരാളം ഷിപ്പ് ആങ്കറിങ്ങിനായിട്ടുള്ളത് കാണാൻ സാധിക്കും. ട്രാക്കിംഗ് ഇല്ലാത്തവർക്ക് പോർട്ടിൽ വന്നാൽ സദാസമയം ഇതുപോലുള്ള ഷിപ്പുകൾ പല ഭാഗത്തായിട്ട് ആങ്കറിങ്ങിലുള്ളതായിട്ട് തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ധാരാളം പേരാണ് ഷിപ്പ് കാണാൻ വരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു വ്യൂയിലേക്കാണ് പോകേണ്ടത്. നമ്മുടെ വീഡിയോ കാണുന്നവർക്കെല്ലാം ഈ വ്യൂ വളരെ പരിചിതമാണ്. നമ്മുടെ ഈ പറയുന്ന പോർട്ട് കാണാൻ വരുന്നവർക്കെല്ലാം നമ്മുടെ ഈ പറയുന്ന യാർഡിൻ്റെ ഏതാണ്ട് എക്സ്റ്റൻഷൻ എത്രയാണെന്ന് അറിയാൻ സാധിക്കില്ല. കാരണം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വളരെ ചെറുതായിട്ടേ കാണാൻ സാധിക്കുമെങ്കിലും സൈഡ് വ്യൂവിൽ വളരെ വലിയൊരു, അതായത് 800 മീറ്റർ നീളം വളരെ വ്യക്തമായിട്ട് ഈ ഭാഗത്തുനിന്ന് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ യാർഡിൻ്റെ എൻഡ് പോർഷൻ വരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏറ്റവും ബാക്കിലായിട്ട് കാൻഡിലിവർ റെയിൻ മൗണ്ട് ഗ്രാൻഡി ഗ്രൻ GRMG E05 എന്ന് പറയുന്ന ക്രെയിൻ ഉൾപ്പെടെ ആ ഭാഗത്തും കണ്ടെയ്നർ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ ലെവലിൽ അടുക്കി വെച്ചിരിക്കുന്നു കാണാൻ സാധിക്കും. അത് മാത്രമല്ല നാച്ചുറൽ സ്റ്റോൺ ധാരാളമായിട്ട് കൊണ്ടുപോകുന്ന ആ പാത്ത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് തീർച്ചയായിട്ടും നാച്ചുറൽ സ്റ്റോൺ എത്രത്തോളമാണ് നമുക്ക് അറിയാൻ ഉടൻ തന്നെ സാധിക്കുന്നതായിരിക്കും അടുത്തൊരു വ്യൂയിലേക്ക് പോകുമ്പോൾ. ഇനി നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ യാർഡ് പോർഷൻ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. ധാരാളം കണ്ടെയ്നറാണ്, അതായത് 800 മീറ്റർ നീളമുള്ള യാർഡ് പോർഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മൾ പോർട്ടിൻ്റെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് കണ്ടെയ്നർ മാത്രമേ ഉള്ളതായിട്ട് അറിയാൻ സാധിക്കുമെങ്കിലും ഈ ഭാഗത്ത് നിന്നാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എത്രത്തോളമാണ് കണ്ടെയ്നർ ഉള്ളതെന്നും അതിൽ വ്യത്യസ്തമായ കണ്ടെയ്നറുകൾ മാറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ തൊട്ട് മുന്നേ ഷിപ്പിൽ നമ്മൾ ഇതുപോലുള്ള ലിക്വിഡ് ബാരൽ കണ്ടെയ്നർ നമ്മൾ കണ്ടിരുന്നുണ്ടോ, അങ്ങനെയാവും തോന്നുന്നത്. ഇതും മാറ്റി വെച്ചിരിക്കുന്നു. ഇതുപോലുള്ള ധാരാളം വ്യത്യസ്തമായ കണ്ടെയ്നറാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്കും പോകാൻ വേണ്ടി, പല രാജ്യത്തേക്കും വന്ന് പല രാജ്യത്തിലേക്കും പോകാൻ വേണ്ടി നമ്മുടെ പോർട്ടിൽ വെയിറ്റിംഗ് ഉള്ളതും നമുക്ക് കാണാൻ സാധിക്കും. ഇത് റീഫർ കണ്ടെയ്നറാണ് ഇതുള്ളത്. അത് വളരെ വ്യക്തമായിട്ട് റീഫർ കണ്ടെയ്നർ സ്റ്റാൻഡ് ഉൾപ്പെടെ കാണാൻ സാധിക്കും. തൊട്ടപ്പുറത്തായിട്ട് പുതിയൊരു റീഫർ കണ്ടെയ്നർ സ്റ്റാൻഡ് വർക്ക് നടക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 റീഫർ കണ്ടെയ്നറാവും നമ്മുടെ യാർഡ് പോർഷനിൽ. ഇതാ നമുക്ക് അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് നമ്മൾ ഈ പറയുന്ന കണ്ടെയ്നർ വളരെ ഫാസ്റ്റായിട്ട് നീക്കുന്നതിന് വേണ്ടിയുള്ള ക്രെയിനാണ്. സ്ട്രാക്കർ ക്രെയിനുകൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേര് കറക്റ്റായിട്ട് ലൈവ് റെക്കോർഡിംഗ് ആണ്, അതിനാൽ എനിക്ക് വരുന്നില്ല. അറിയാമെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് നമ്മുടെ പോർട്ടിൽ വന്ന ക്രെയിനുകളാണ്. വളരെ ഫാസ്റ്റായിട്ട് നമ്മളെ യാർഡിൽ നിന്ന് കണ്ടെയ്നർ മൂവ്മെൻറ്റ് നടത്തുന്നതിനും കണ്ടെയ്നർ മാറ്റി, അതായത് നമ്മുടെ ഈ പറയുന്ന യാർഡ് ക്രെയിനുകളുടെ പൊസിഷനിൽ വരാത്ത കണ്ടെയ്നർ നീക്കുന്നതിനൊക്കെ നമ്മുടെ പോർട്ടിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ യാർഡ് പോർട്ടിൽ ഉപയോഗിക്കുന്ന ക്രെയിനുകളാണ്. വളരെ ഫാസ്റ്റായിട്ടാണ് മൂവ്മെൻറ്റ് നടക്കുന്നത്. ഏകദേശം 5 കണ്ടെയ്നർ ഹൈറ്റ് വരെയാണ് ഇതിൻ്റെ ബൂം ഉയർന്നു പോകുന്നത് എന്ന് പലപ്പോഴായിട്ടും നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഇതാണ് നമ്മുടെ ഈ പറയുന്ന യാർഡ് പോർഷൻ്റെ ഒരു ലെന്ത്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുന്നതോടൊപ്പം ധാരാളം നാച്ചുറൽ സ്റ്റോണുകളാണ് നമ്മുടെ ഈ ഭാഗത്തായിട്ട് കൂട്ടിയിട്ടിരിക്കുന്നത്. കാരണം ഇത് വളരെ കുറച്ചാണ്. ഇനി ധാരാളം സ്റ്റോണുകൾ നമുക്ക് സ്റ്റോണിൻ്റെ ഒരു മല തന്നെ തൊട്ടപ്പുറത്തുണ്ട്. അത് നമുക്ക് കാണാൻ പാകുന്ന വിധത്തിൽ ആ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് കാണുന്ന വർക്കുകൾ, അതായത് ഇത്രത്തോളമാണ് നാച്ചുറൽ സ്റ്റോണുകൾ കൂട്ടിയിട്ടിട്ടുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ ദൂരം നിന്നാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു എക്സ്കവേറ്റർ നമുക്കവിടെ കാണാൻ സാധിക്കും. ചെറിയൊരു മഴച്ചാറ്റിലുമുണ്ട്. അതുമാത്രമല്ല MSC മിർജ എന്ന് പറയുന്ന ഷിപ്പ്, അതായത് നമ്മുടെ ഈ പറയുന്ന ജേഡ് സർവീസിലെ 2ാമത്തെ കപ്പലിൻ്റെ കുറച്ച് പോർഷൻ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. കണ്ടോ, ഇതാ നമുക്ക് ഇവിടെ നിന്ന് ഫണൽ പോർഷനൊക്കെ കാണാൻ സാധിക്കും. MSC ബാഡ്ജിങ്, MSC എന്ന് പറയുന്ന ബാഡ്ജിങ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് MSCയുടെ അൾട്രാ ലാർജ് കാറ്റഗറി വരുന്ന ഷിപ്പ്. തീർച്ചയായിട്ടും ഷിപ്പിൻ്റെ പൂർണ്ണ രൂപം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന പൊസിഷനുണ്ട്. ഇപ്പോൾ നമ്മൾ യാർഡ് എക്സ്റ്റൻഷൻ്റെ എത്രത്തോളമാണ് വർക്കുകളൊക്കെ തീർച്ചയായിട്ടും കഴിഞ്ഞു എങ്കിലും നമ്മൾ ഈ നാച്ചുറൽ സ്റ്റോൺ എത്രയൊക്കെയാണ്, കണ്ടെയ്നർ എങ്ങനെയാണ് മൂവ്മെൻറ്റ് നടത്തുന്നത് കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് മാത്രമല്ല നമ്മുടെ ഈ പറയുന്ന MSC മിർജയുടെ ഈ പറയുന്ന ബ്രിഡ്ജ് പോർഷൻ നമുക്ക് വളരെ ചെറുതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ നമ്മുടെ STS ക്രെയിനെല്ലാം മറഞ്ഞു നിൽക്കുകയാണ്. കാരണം അറിയാലോ, ബെർത്തിലാണ്, ഇപ്പോൾ മൂറിങ്ങിലാണ് ഉള്ളത്. കണ്ടെയ്നർ വളരെ ഫാസ്റ്റായിട്ട് STS ക്രെയിനുകൾ ഉപയോഗിച്ച് മൂവ് ചെയ്യുന്നതും നമുക്ക് ഈ പോർഷനിൽ നിന്ന് കാണാൻ സാധിക്കും. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്. പലപ്പോഴും നേരത്തെയൊക്കെ പണ്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ കണ്ടെയ്നർ വളരെ ഫാസ്റ്റായിട്ട് പോകുന്നതും, കണ്ടെയ്നറിലെ ക്രെയിനുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് പോകുന്നതും കണ്ടെയ്നർ പിക്ക് ചെയ്യുന്നതും വളരെ ആഘോഷമായിട്ട് കണ്ട ഒരു നിമിഷം നമുക്കുണ്ടായിരുന്നു. പഴയ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതായത് 1 വർഷത്തിന് മുന്നേ ഉള്ള വീഡിയോ അല്ലെങ്കിൽ ഏതാണ്ട് 6-7 മാസത്തിന് മുന്നേ ഉള്ള വീഡിയോകൾ തീർച്ചയായിട്ടും അത് വളരെ സന്തോഷം നിറഞ്ഞൊരു നിമിഷം തന്നെയായിരുന്നു. ഇതാ നമ്മുടെ ബ്രിഡ്ജ് പോർഷൻ നമുക്ക് ഒന്നുകൂടി സൂം ചെയ്ത് നോക്കാം. കാരണം ഇത്ര പോർഷൻ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. എന്നാലും നമുക്ക് കാണാൻ സാധിക്കും. IMO നമ്പർ കുറച്ച് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും
നമുക്ക് ഏകദേശം കാണാൻ സാധിക്കും. പക്ഷേ ഫുൾ പോർഷൻ കാണുന്നൊരു വ്യൂവിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ അടുത്തൊരു വ്യൂവിലേക്ക് വരുമ്പോൾ നമ്മുടെ MSC മിർജം എന്ന് പറയുന്ന അൾട്രാ ലാർജ് വെസലിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയാൻ പറ്റും എന്ന് തന്നെയാണ് കരുതുന്നത്. അടുത്തൊരു വ്യൂവിലേക്ക് പോയാലേ അത് അറിയാൻ സാധിക്കുള്ളൂ. 5ഓളം വ്യൂ എന്നാണ് നമ്മൾ ഈ അപ്ഡേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് യാർഡ് പോർഷൻ വളരെ ഭംഗിയായിട്ടും 8 STS സ്ക്രീനിൽ ആകാശം മുട്ടെ ഹൈറ്റുള്ള 8 STS സ്ക്രീനുകൾ നമുക്ക് മനോഹരമായി പറയാനായി സാധിക്കും. അടുത്തൊരു വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന വളരെ ഹൈറ്റുള്ള പ്ലേസിൽ നിന്നാണ്. അതിൽ നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ പോർട്ട് ഓഫീസ് ബിൽഡിംഗ് അല്ലെങ്കിൽ PO ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ എനിക്ക് തോന്നുന്നു 2nd ഫ്ലോർ 3rd ഫ്ലോർ 4th ഫ്ലോറിലാണ് നമ്മുടെ ഈ പറയുന്ന ഈ ക്രെയിനുകൾ, നമ്മൾ ഈ കണ്ട ക്രെയിനുകളെല്ലാം ഓപ്പറേറ്റിംഗ് റൂം ഉള്ളത്. ഓപ്പറേറ്റിംഗ് റൂമിൽ ഇരുന്നിട്ടാണ് ഈ ക്രെയിനുകളെല്ലാം ഫുള്ളായിട്ട് ഓപ്പറേറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് യാർഡ് ക്രെയിനുകൾ ഇത്രത്തോളം കണ്ടെയ്നർ വളരെ ഫാസ്റ്റായിട്ട് ഒന്നിന് മുകളിൽ ഒന്നിൽ വെക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന പോർട്ട് ഓഫീസ് ബിൽഡിംഗ് ഇരുന്നിട്ടാണ് STS ക്രെയിനുകളാവട്ടെ ഈ പറയുന്ന യാർഡ് ക്രെയിനുകളാവട്ടെ വളരെ ഫാസ്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മുടെ STS ക്രെയിനുകൾ എന്ന് പറയുന്നത് സെമി ഓട്ടോമാറ്റിക് ക്രെയിനുകളാണ്. ഈ നമ്മുടെ യാർഡ് ക്രെയിനുകൾ അല്ലെങ്കിൽ CRMG കാൻഡിലിവർ റെയിൻമൗണ്ട് ഗ്രാൻഡി ക്രെയിനുകൾ എന്ന് പറയുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിനുകളാണ്. അതിനാൽ ഇന്റർനാഷണൽ ലെവലിൽ നമ്മുടെ പോർട്ടിനെ ഒരു സെമി ഓട്ടോമാറ്റിക് പോർട്ട് എന്ന ബഹുമതി കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്നാൽ ധാരാളം നാച്ചർ സ്റ്റോണുകൾ ഡംപ് ചെയ്തിട്ടുണ്ട്. കാരണം 2nd ഫേസിന് ആവശ്യമായിട്ടുള്ള നാച്ചർ സ്റ്റോണാണ് കൂടുതലായിട്ട്. അതായത് നമ്മൾ പണ്ട് വീഡിയോയിൽ പറയുന്ന പോലെ നാച്ചർ സ്റ്റോണിൻ്റെ മല, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഈ പറയുന്ന ഫസ്റ്റ് ഫേസിൻ്റെ വർക്കുകൾ നടക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നുണ്ട് നാച്ചർ സ്റ്റോണിൻ്റെ ഒരു മല തന്നെ ഉണ്ട് എന്ന് പറയുന്ന 2ാമത്തെ മല രൂപാന്തരപ്പെട്ടിരിക്കുന്നു. കാരണം നമുക്ക് 50 ലക്ഷത്തോളം ടൺ പാറ അല്ലെങ്കിൽ നാച്ചർ സ്റ്റോൺ ഇനി ആവശ്യമായിട്ട് വരും. അതിനുള്ള സ്റ്റോറേജാണ് നേരത്തെ തന്നെ സ്റ്റോറേജ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളത് കാണിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റോൺ ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോണ് നമുക്ക് ധാരാളമായി നമ്മുടെ പോർട്ടിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തരംതിരിച്ച് മാറ്റിയിട്ടിരിക്കുന്നതും നമുക്കിവിടെ കാണാൻ സാധിക്കും. കാരണം ഈ തരംതിരിച്ചിട്ടിരിക്കുന്നതാണ് നമ്മുടെ ഈ സ്പ്ലിറ്റ് ബാർജിലും എഞ്ചിൻലെസ് ബാർജിലും ലോറികളിലുമായിട്ട് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ പല ഭാഗത്തേക്ക് ഒഴുകി നീങ്ങുന്നത്. തീർച്ചയായിട്ടും ഇനി കാണാത്തവർക്കും 2nd ഫേസിൻ്റെ വർക്ക് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കണ്ടു മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ ചാനലിൽ തന്നെ തീർച്ചയായിട്ടും ആ വീഡിയോസ് എല്ലാം പോർട്ടിൻ്റെ വർക്കിംഗ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ വർക്കിംഗ് സ്റ്റാറ്റസ് അല്ല, നമ്മുടെ വർക്ക് അപ്ഡേഷൻ എത്രത്തോളമാണ് നടക്കുന്നത്, വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന വീഡിയോസ് എല്ലാം തീർച്ചയായിട്ടും കാണിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല ഇതിൻ്റെ നമ്മുടെ പോർട്ടിൻ്റെ സൈഡിലൂടെയുള്ള റോഡിൻ്റെ വർക്കുകൾ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കോമ്പൗണ്ട് വാള കാണാൻ സാധിക്കും. ആ വർക്കുകളും പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അടുത്തൊരു വ്യൂ ആണ് നമ്മൾ അടുത്ത് വന്നിട്ടുള്ള നമ്മൾ തൊട്ട് മുന്നേ കണ്ട പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിന്റെ സൈഡിലെ വ്യൂ ആണ്. അതായത് നമ്മൾ നേരത്തെ ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ സൈഡിലെ വ്യൂ. ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന യാർഡിന്റെ ഏറ്റവും മുന്നിലെ പോർഷൻ കാണാൻ സാധിക്കും. മുന്നിലെ പോർഷൻ എന്ന് പറയാൻ കാരണം നമ്മുടെ ഈ യാർഡ് ക്രെയിനുകളെല്ലാം 5 സീരീസിൽ ക്രെയിനുകളാണ്. A, B, C, D, E. ഈ 5 സീരീസിലെ ക്രെയിനുകളെല്ലാം A1, A2, B1, B2 അങ്ങനെ ഈ 1 സീരീസിലെ ക്രെയിനുകളെല്ലാം മുന്നിലാണ് നിരനിരയായി നിരന്നിട്ടുള്ളത്. അത് നമുക്ക് ഈ ഭാഗത്ത് നിന്നാൽ വളരെ വ്യക്തമായിട്ട് കാണുന്നതോടൊപ്പം ഈ കണ്ടെയ്നർ അടുക്കി വെച്ചിരിക്കുന്നതും MSC എന്നുള്ള ഗോൾഡൻ കളറിലുള്ള കണ്ടെയ്നർ, റെഡ് ബ്ലാക്ക് കളറിലെ MSC എന്നുള്ള ബാഡ്ജിങ് കാണാൻ വളരെ മനോഹരമാണ്. അത് മാത്രമല്ല ഈ യാർഡിൻ്റെ ആ വിസ്തൃതി എത്രത്തോളമാണെന്ന് നമുക്ക് ഇവിടെ നിന്നാൽ വളരെ വ്യക്തമായിട്ട് കാണാനും സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു മനോഹരമായ ദൃശ്യം നമ്മൾ ഫ്രണ്ടിലും സൈഡിൽ നിന്നും തന്നെ തീർച്ചയായിട്ടും ഷൂട്ട് ചെയ്യുന്നത്. ഇനി യാർഡ് പോർഷൻ തീർച്ചയായിട്ടും നമ്മുടെ ഈ പറയുന്ന 800 മീറ്റർ ബെർത്ത് എക്സ്റ്റൻഷൻ വരുന്നതോടനുബന്ധിച്ച് യാർഡ് പോർഷൻ്റെ ലെന്തും തീർച്ചയായിട്ടും കൂടുക തന്നെ ചെയ്യും. അതുമാത്രമല്ല യാർഡ് പോർഷൻ്റെ മുന്നിലൂടെയുള്ള റോഡിലൂടെയാണ് കണ്ടെയ്നർ ബെർത്തിലേക്ക് പോകുന്നത്. നമ്മൾ ഈ കാണുന്ന ഈ റോഡ് നമ്മുടെ ഈ പറയുന്ന ഞാൻ പറയില്ലേ 5 സീരീസുള്ള ക്രെയിനുകളുണ്ടെങ്കിലും ഈ യാർഡ് തന്നെ 5 പോർഷനായി ഡിവൈഡ് ചെയ്തതിനു ശേഷം ഇതിൻ്റെ സെൻറ്ററിലൂടെ പോകാൻ റോഡുണ്ട്. ആ റോഡ് മാർഗം വഴിയാണ് നിലവിൽ ഈ കണ്ടെയ്നർ ലോറികൾ പാസ് ചെയ്ത് പോകുന്നത്. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒരു 6 മാസം മുന്നേയുള്ള പ്ലേലിസ്റ്റിലുള്ള വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഈ കണ്ടെയ്നർ വരുന്നതിന് മുന്നേയായി നമ്മുടെ യാർഡ് ക്രെയിനുകളുടെ വീഡിയോയും ആ പൊസിഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നുള്ളതും തീർച്ചയായിട്ടും പോർട്ടിനകത്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണാത്തവർ ഒന്ന് കണ്ടു നോക്കിയാൽ തീർച്ചയായിട്ടും നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും എത്രത്തോളമാണ് ഈ പറയുന്ന യാർഡിലൂടെയുള്ള സെൻട്രൽ റോഡും പൊസിഷനിങ്ങും A, B, C, D, Z വരെയുള്ള മാർക്കിംഗ് എല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഈ കണ്ടെയ്നറിൽ ആ പൊസിഷനിലാണ് തന്നെ വെച്ചിട്ടുള്ളത്. എങ്കിൽ മാത്രമേ വളരെ വേഗം മൂവ്മെൻറ്റ് ചെയ്യാനായി സാധിക്കുകയുള്ളൂ എന്നാണ് അറിയാനായി സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ പറയുന്ന പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ബാക്ക് പോർഷൻ നമുക്ക് നോക്കാം. ബാക്ക് പോർഷൻ എന്ന് പറയുമ്പോൾ ഈ പോർഷൻ എല്ലാം വളരെ ഫാസ്റ്റായിട്ട് സജീവമാകാൻ പോകുന്നു. കാരണം
ഇനിയാണ് ഈ പറയുന്ന നാച്ചുറൽ സ്റ്റോണിന്റെ മൂവ്മെന്റ് എല്ലാം വരാൻ പോകുന്നത്. അതിനോടനുബന്ധിച്ച് വളരെ ഫാസ്റ്റ് ആയിരിക്കും അവിടത്തുള്ള വർക്കുകളെല്ലാം ഇനി നടക്കാൻ പോകുന്നതും. ഇനി നമുക്ക് അടുത്തൊരു പോർഷൻ വർക്കിലേക്ക് പോകാം. അടുത്തൊരു വ്യൂവിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ മനോഹരമായ വിഷ്വലാണ്. കാരണം ധാരാളം വള്ളങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഹാർബറിനോട് ചേർന്നിട്ടുള്ള പ്ലേസ് ആണിത്. നമ്മുടെ ഹാർബർ നമ്മളെ പോർട്ട് നമ്മൾ ഏകദേശം 360 മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ ഭാഗത്ത് നോക്കിയാൽ നമുക്ക് അൾട്രാ ലാർജ് വെസൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇത് നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ ഈ പറയുന്ന പോർട്ട് ഓഫ് ദി ബിൽഡിങ്ങിന്റെ ബാക്ക് പോർഷനാണ്. ഇതാ നമുക്ക് അൾട്രാ ലാർജ് നമ്മുടെ വെസലിനെ കാണാൻ സാധിക്കും. MSC മിർജം എന്ന് പറയുന്ന കപ്പലിനെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ അതിന്റെ നൈം ബോർഡും IMO നമ്പറും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കാത്ത ഇവിടെ 2 ടഗ് ബോട്ടുകളുണ്ട്. എനിക്ക് ഡോൾഫിൻ 27, 28 എന്തോ ആണ് നമ്മുടെ മുന്നിലായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ കണ്ടെയ്നർ നമുക്ക് ലോഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ പോർട്ടിൽ വരുമ്പോൾ 14.7 മീറ്റർ ആയിരുന്നു നമ്മുടെ ഷിപ്പിന്റെ മാക്സിമം അല്ലെങ്കിൽ കറണ്ട് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. മാക്സിമം ഡ്രാഫ്റ്റ് ഏകദേശം 16.99 മീറ്റർ ആണ്. ഇപ്പോൾ കണ്ടെയ്നർ മൂവ്മെന്റ് നടക്കുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ പോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും എത്രത്തോളമാണ് കണ്ടെയ്നർ നമ്മുടെ പോർട്ടിൽ നിന്നും ലോഡ് ചെയ്തിട്ടുണ്ടെന്ന്. കാരണം ഡ്രാഫ്റ്റ് കൂടുതലായിരിക്കും. വ്യക്തമായിട്ട് നമുക്ക് പറയാൻ, അതായത് ഇപ്പോൾ ലോഡിങ് ആൻഡ് അൺലോഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. എന്നാലും നമുക്ക് ഉദ്ദേശം നമുക്ക് ഡ്രാഫ്റ്റിന്റെ വെച്ചിട്ട് നമുക്ക് അറിയാനായി തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പോൾ നമുക്ക് STS ക്രെയിനുകൾ ഉപയോഗിച്ച് കണ്ടെയ്നർ ലോഡ് ചെയ്യുന്നത് നമുക്ക് ഈ ഭാഗത്തു നിന്ന് കാണാനായി സാധിക്കും. അതുമാത്രമല്ല നമ്മുടെ ഷിപ്പ് കാണാൻ വരുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർ നമ്മുടെ ഹാർബറിന്റെ സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നുണ്ടോ. അപ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറയുന്നുള്ള യാർഡ് പോർഷൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ട്രെയിലർ ലോറികളിൽ കണ്ടെയ്നർ മൂവ്മെന്റ് നടത്തി നമുക്ക് കാണാൻ സാധിക്കും. കേട്ടോ, ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ്. പെട്ടികൾ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ ഹൈറ്റിന് കറക്റ്റ് പൊസിഷനിലാണ് ഇതെല്ലാം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന പോർട്ട് ഓഫ് ദി ബിൽഡിങ്ങിന്റെ ഏറ്റവും ബാക്ക് വശമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ തൊട്ട് മുന്നിൽ നിന്നും സൈഡിൽ നിന്നും ബാക്കിൽ നിന്നും വിഷ്വൽ എടുക്കാൻ കാരണം ഈ ഭാഗത്തെല്ലാം വർക്ക് വളരെ ഫാസ്റ്റായിട്ട് നടക്കാൻ പോകുന്നു. കാരണം സെക്കൻഡ് ഫേസിന്റെ വർക്കുകൾ ഇവിടെ തുടങ്ങും. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന വളരെ ദൂരെ നിന്ന് നമുക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന നാച്ചുറൽ സ്റ്റോണിന്റെ മല എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോണുകൾ ധാരാളമായിട്ട് ഡംപ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ ഒരു എക്സ്കവേറ്ററും നമുക്കിവിടെ നിന്നാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ചെറിയൊരു മഴച്ചാറ്റിലുണ്ട് എങ്കിലും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഞാൻ വളരെ ഹൈറ്റുള്ള പ്ലേസിൽ നിന്നാണ് പലപ്പോഴായിട്ട് ഈ അപ്ഡേഷൻ എല്ലാം 4 or 5 രീതിയിൽ നിന്ന് അപ്ഡേഷൻ എടുക്കുന്ന പല ഭാഗത്തു നിന്നും വളരെ ഹൈറ്റുള്ള പ്ലേസിൽ നിന്ന് തന്നെയാണ് അപ്ഡേഷൻ എടുക്കുന്നത്. വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെ എടുത്തത്. ആദ്യത്തെ വീഡിയോ അല്ല, വർഷങ്ങളായിട്ട് നമ്മുടെ പോർട്ടിൻ്റെ പല വർക്കുകൾ നടക്കുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെല്ലാം വളരെ ദൂരെ നിന്നും വളരെ ഹൈറ്റുള്ള പ്ലേസിൽ നിന്നാണ് ഞാൻ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് കാണുന്നത്. ഇനി നമുക്ക് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഈ പോർഷനെ കാണാൻ സാധിക്കും. ഈ പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വർക്ക്, അതായത് നമ്മുടെ ഫസ്റ്റ് ഫേസ് വർക്ക് നടക്കുന്ന സമയത്ത് ഈ ഭാഗത്തു നിന്നാണ് സ്പ്ലിറ്റ് ബാർജിലേക്ക് നാച്ചുറൽ സ്റ്റോൺ ധാരാളമായി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്ത് എല്ലാവരും ഒന്ന് നോക്കുമായിരുന്നു. സ്പ്ലിറ്റ് ബാർജ് സ്റ്റോൺ കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ചെറിയൊരു ബെർത്ത് പോർഷൻ പോലെ ഉണ്ടോ, ഒരു കോൺക്രീറ്റ് പോർഷൻ പോലെ സ്പ്ലിറ്റ് ബാർജിന് സ്റ്റോൺ കൊണ്ടുപോകാൻ വേണ്ടി ആയിരിക്കാം ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു ഹെവി എക്സ്കവേറ്ററും ഒരു ക്രെയിനും നമുക്കിവിടെ കാണാൻ സാധിക്കും. കേട്ടോ, ഇനി ഇവിടെ നിന്നായിരിക്കും സ്പ്ലിറ്റ് ബാർജിലേക്ക് കൊണ്ടുപോകുന്നത്. സ്പ്ലിറ്റ് ബാർജ് അല്ല, ഇഞ്ചിൻലെസ് ബാർജിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ പലപ്പോഴായിട്ട് തെറ്റിപ്പോകുന്നതാണ് ലൈവ് റെക്കോർഡിംഗ് ആയിട്ട്. ഇനി അടുത്ത് സ്പ്ലിറ്റ് ബാർജ് വരുന്ന ഈ ഭാഗത്താണ് വരുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ കാണുന്ന ഈ ബാർജ് സ്പ്ലിറ്റ് ബാർജ് അല്ല, ഇഞ്ചിൻലെസ് ബാർജാണ്. ഇഞ്ചിനില്ലാതെ പോകുന്ന ബാർജാണിത്. ഇനി ഇതിൽ സ്പ്ലിറ്റ് ബാർജ് വരും. സ്പ്ലിറ്റ് ബാർജ് വരുമ്പോൾ ഈ ഭാഗത്തു നിന്നാണ് സ്റ്റോണുകളെല്ലാം ഈ പറയുന്ന സ്പ്ലിറ്റ് ബാർജിലാക്കിയ ശേഷം നമ്മുടെ ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷനിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് മൂവ്മെന്റ് നടത്തുന്നത്. ഇഞ്ചിൻലെസ് ബാർജായാലും വലിയൊരു സൈസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൺസ്ട്രക്ഷൻ പർപ്പസിനാണ് ഇത് ഉപയോഗിക്കുന്നത്. വളരെ കുറച്ച് സ്പീഡിലാണ് ഇതിങ്ങനെ ടൈ ചെയ്തതിന് ശേഷം ഈ ചെറിയ നമ്മുടെ ഈ പറയുന്ന ടെഗിലൊക്കെ ടൈ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഈ പറയുന്ന പോർട്ടിന്റെ പല ഭാഗത്തേക്കും സ്റ്റോണുകളുമായിട്ട് പോകുന്നത്. അത് ബ്രേക്ക് വാട്ടർ ആവട്ടെ, ബെർത്തിന്റെ ഭാഗത്താവട്ടെ, പല ഭാഗത്തേക്കും സ്റ്റോണുമായിട്ട് പോയിക്കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ പോർട്ടിന്റെ വർക്കുകളെല്ലാം പുരോഗമിച്ചു പോകുന്നത്. ഇപ്പോൾ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ചയാണ്. ഇനി നമുക്ക് അടുത്തൊരു വ്യൂയിലേക്ക് പോകാം. ഈ വ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ പറയുന്ന ജുമാമസ്റ്റിൻ സൈഡിൽ, അതായത് വിഴിഞ്ഞം ജുമാമസ്റ്റിൻ സൈഡിൽ നിന്നുള്ള വിഷ്വലാണ്. ആ ബൊളാറ്റ് ഫുള്ളൊക്കെ ഉള്ള ഒരു വിഷ്വൽ നിങ്ങൾക്ക് അറിയായിരിക്കും. സാധാരണ എല്ലാവരും പോകുന്നതാണ്.
ഇവിടെ വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ഷിപ്പിനെ MSC ബിർജന്റെ കറക്റ്റ് ഡീറ്റെയിൽ അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 2016 നിർമ്മിച്ച ഷിപ്പാണ്. 399.9 മീറ്ററാണ് ലെന്ത് വരുന്നത്. 58.8 മീറ്ററാണ് ഷിപ്പിന്റെ ബീം അല്ലെങ്കിൽ ബെർത്ത് എന്ന് പറയുന്നത്. 30.2 മീറ്ററാണ് ഷിപ്പിന്റെ ഡെപ്ത്. 16.99 മീറ്ററാണ് ഷിപ്പിന്റെ ഡ്രാഫ്റ്റ്. മാക്സിമം ഡ്രാഫ്റ്റ് ആണ്. നിലവിലെ ഡ്രാഫ്റ്റ് 14.7 മീറ്ററാണ്. 19,500 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഷിപ്പിന് ഏകദേശം 1800 റീഫർ കണ്ടെയ്നറും ഉൾക്കൊള്ളാനായി സാധിക്കും. ഇതാണ് MSCയുടെ മെർജ് എന്ന് പറയുന്ന ജേഡ് സർവീസിലെ രണ്ടാമത്തെ കപ്പൽ. ഫ്രണ്ട്സ്, നമ്മൾ ഈ കണ്ട പോർട്ടിലെ അപ്ഡേഷനും നിലവിലെ അപ്ഡേഷനും സെക്കൻഡ് ഫേസ് എത്ര മീറ്ററാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ളതും നമ്മുടെ ജേഡ് സർവീസിലെ രണ്ടാമത്തെ കപ്പലും അടങ്ങിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.